ഹലോ ഫ്രണ്ട്സ്, ഇത് ഒരു വ്യവസായ വിപണന മേളയുടെ വ്ളോഗാണ്. ഇത് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി കളമശ്ശേരി നടക്കുന്ന കാർഷികോത്സവത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ പ്രിയങ്കരനായ വ്യവസായ മന്ത്രി പി രാജീവ് അവർകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ നടൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഉണ്ട്. ഇതിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. നമ്മുടെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ മേള വെറുതെ കാണാനും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ നമുക്ക് കലാപരമായ കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതിന് പുറത്ത് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഓരോ പരിപാടികളുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയതാണ്. ഇതെല്ലാം ഈ സ്റ്റോളിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നല്ല വെളിച്ചെണ്ണ ഉണ്ട്. ഇത് പീച്ചിങ്, നമ്മൾ സോപ്പൊക്കെ തേക്കുന്നതിന് പകരം മേലൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറാണ്. കാപ്പിപ്പൊടി, ഇത് ഇൻ്റർലോക്ക് കെട്ട, നമുക്ക് വീടൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർലോക്കിംഗ് സിസ്റ്റമുള്ള കട്ടയാണ്. കുത്താമ്പുളിയുടെ കൈത്തറി മുണ്ടുകളുണ്ട്. ഇതിനുള്ളിൽ തന്നെയും ജൈവ പച്ചക്കറികളുടെ ഒരു സ്റ്റോളും ഉണ്ട്. പലതരത്തിലുള്ള മുണ്ടുകളുണ്ട്. കരകൗശല പ്രദർശനം ഉണ്ട് ഇതിനുള്ളിൽ തന്നെ. പിന്നെ ഈ സ്റ്റോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ചൂടൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റാണ്, AC ഒക്കെയാണ്. പിന്നെ അത് തന്നെയല്ല, ഇതിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. വാങ്ങിച്ചില്ലെങ്കിലും കാണുകയും ചെയ്യാമല്ലോ. സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയെല്ലാം നമ്മൾ വാങ്ങിച്ചു പോകും. നമുക്ക് നല്ല സംഭവങ്ങളാണ്. കഴിക്കാനുള്ള വസ്തുക്കളും അവിടെ തന്നെ ഉണ്ട്. പോപ്കോൺ, ഷീറ്റുകൾ, മുണ്ടുകൾ, വെളിച്ചെണ്ണ, മുണ്ടുകളുടെ പലതരം സ്റ്റോളുകൾ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സ്റ്റോളുകൾ അവിടെ ഉണ്ട്. ഡ്രസ്സുകൾ തന്നെ പല വെറൈറ്റികളുണ്ട് അവിടെ. അധികം പുറത്തുനിന്നുള്ളതല്ല, നമ്മളുടെ തന്നെ കേരളീയരുടെ, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ തന്നെയാണ് മിക്കവാറും ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ. അതായത് അധികം ഹിന്ദിക്കാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടില്ല. മുണ്ട്, കാവ്യമുണ്ടുകളുടെ ഒരു ശേഖരം, നല്ല ശേഖരം തന്നെ അവിടെയുണ്ട്. ഇത് നമ്മൾ ജൈവ ബയോഗ്യാസിൻ്റെ ഒരു പ്ലാന്റാണ്. സബ്സിഡി വഴി കിട്ടുന്ന ഒരു പ്ലാന്റിൻ്റെ പ്രദർശനമാണ്. ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിൻ്റെ. മുണ്ടിൻ്റെ വേറൊരു ശേഖരവും ഒക്കെ തന്നെ ഉണ്ട്. ഇതെല്ലാം വേറെ വേറെ സ്റ്റോളുകളാട്ടോ. ഓണമല്ലേ, നമ്മളപ്പോൾ എങ്ങനെയായാലും പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ആഘോഷിക്കാം. ചുമ്മാ
നമുക്കൊന്ന് കയറി കാണാം. എന്തായാലും പോകുമ്പോൾ ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. നല്ല ക്രാഫ്റ്റ് വർക്കുകളുണ്ട്. ലാത്തിയൊക്കെ കേട്ടോ. എല്ലാ ദിവസവും ഓരോരോ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് വൈകിട്ട് നല്ലൊരു പ്രോഗ്രാമുണ്ട്. സെപ്റ്റംബർ 2 വരെയാണ് ഈ പ്രോഗ്രാമുകൾ ഇവിടെ ഉള്ളത്. ഇത് ഒരു എംബ്രോയ്ഡറി, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് മുകളിലൂടെ നൂല് വെച്ച് തയ്ച്ച് ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നൊരു വർക്കാണ്. നമുക്ക് ഫാമിലി ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു തരും. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഒരു പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു ഫാമിലി ഫോട്ടോ ഇതുപോലെ ചെയ്ത് അന്ന് സ്റ്റേജിൽ കൊടുത്തു. അന്ന് ഞങ്ങളത് കണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോ കൊടുത്ത് അങ്ങനെ ചെയ്യിക്കാം. ഇത് നല്ല ഫ്ലവർ സെറ്റുകൾ ക്രാഫ്റ്റ് വർക്കായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ആവശ്യമായ ആഭരണങ്ങളുണ്ട് അവിടെ കേട്ടോ. നല്ല സെറ്റ് മുണ്ടിന് സാരിക്കൊക്കെ മാച്ചായ ആഭരണങ്ങൾ, അതിനനുസരിച്ച് സെറ്റ് മുണ്ട് സംഭവങ്ങളൊക്കെ അവർ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് മാച്ചായിട്ടുള്ള മാല വളയൊക്കെ വാങ്ങിക്കാം. വിലയൊക്കെ ഒരുപാട് കത്തിയൊന്നുമല്ല കേട്ടോ. സ്ക്വാഷുകൾ, പലതരത്തിലെ സ്ക്വാഷുകളുണ്ട് അവിടെ. ഇത് നമ്മുടെ സാധാരണ ജിമിക്കി കമ്മലുകൾ, അടിപൊളി വെറൈറ്റികളൊക്കെ ഉണ്ട്. ജിമിക്കിയും എല്ലാത്തരം കമ്മലുകളും ഉണ്ട്. അത് വേറൊരു തരത്തിലുള്ളതാണ്. ഇങ്ങനെയൊക്കെ നടന്ന കാഴ്ചകളൊക്കെ കണ്ടില്ല പിന്നെ എന്ത് ഓണം അല്ലേ. അപ്പോൾ ഓണത്തിനായിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറി ഇങ്ങനെയൊക്കെ കാണാം. കത്തിയൊക്കെ കത്തി വയ്ക്കാം, കത്തി, ചട്ടി, സകല സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം തന്നെ ഇതിനുള്ളിലുണ്ട്. പഴം, പച്ചക്കറി, പാത്രങ്ങൾ ഉണ്ട്. ഇതൊരു മില്ലറ്റ്സ് പൊടികൾ, ചിപ്സ്, ചെടി. ഇനി അലങ്കരിക്കണോ, വീട് അലങ്കരിക്കണോ, അതിനുള്ള വഴിയുണ്ട്. ചെടികളുണ്ട്. ഓണത്തിന് വീടൊന്ന് അലങ്കരിക്കാം. അപ്പോൾ ചെടികളും ഉണ്ട് അവിടെ. ഞാനിപ്പോൾ എടുക്കുമ്പോൾ കുറേ സ്റ്റോളുകളൊന്നും വന്നിട്ടില്ല. ഇത് മിൽക്ക് പൗഡറുകൾ, വലിയ ഒച്ചയും ബഹളോ തിരക്കോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. ആരും ഒന്നിനും നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാൽ ചില സ്റ്റാളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒച്ചയും വിളിയും ബഹളവും അങ്ങനെയൊക്കെയാണ്. എടുക്കുന്നു. ഇത് അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഒരു സ്വസ്ഥതയുണ്ട്. ഇത് കൂൺ പൗഡർ വെച്ച് ഉണ്ടാക്കിയ കേക്കാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് കൂൺ കേക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മുറം, ഈ വക ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ചിപ്സ് സംഭവങ്ങൾ. ഇത് നമ്മുടെ വെയിറ്റ് കുറയുമെന്ന് പറഞ്ഞിട്ട് എക്സസൈസ് ചെയ്യണ ഒരു ഉപകരണമാണ്. ഞാനത് നോക്കിയില്ല. ഇത് നമ്മുടെ പുല്ല് കട്ട് ചെയ്യണ യന്ത്രങ്ങൾ എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം തന്നെ ഇവിടെ കിട്ടും. വരാം, കാണാം, വാങ്ങിക്കാം, ആഘോഷിക്കാം. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കൂടെ അതിൻ്റെ ഭാഗമാകാം. ബുക്കുകളുണ്ട്, വായിച്ച് അറിവുകൾ നേടാം.
വീണ്ടും ഒരു ആഭരണ സ്റ്റോളാണ്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് സ്റ്റോളിലോട്ട് പോവുകയാണ്. അത് വേറൊരു സ്ഥലത്ത് ഫുഡിന് മാത്രമായിട്ടൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുകളുണ്ട്, നാടനുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഫുഡ് സ്റ്റാളുകളും അവിടെ ഉണ്ട്. വലിയൊരു ഫുഡ് സ്റ്റാളാട്ടോ, ഇഷ്ടമുള്ള തരത്തിലുള്ള ഫുഡുകൾ അവിടെ ഉണ്ട്. ഐസ്ക്രീമുകളുണ്ട്. ഇത് നമ്മൾ സമൃദ്ധി, കൊച്ചി കോർപ്പറേഷൻ്റെ സമൃദ്ധിയുടെ ഫുഡ് സ്റ്റാളും ഇവിടെയുണ്ട്. അതിൻ്റെ വില നിലവാര പട്ടികയാണിത്. സ്റ്റോള് കണ്ട് ക്ഷീണിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വരാം. ഇത് അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ബോർഡിൽ എഴുതുകയാണ്. കുറച്ച് നേരം അത് നോക്കി നിന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു. ഇനി എന്താ കഴിക്കേണ്ടതെന്ന് നോക്കുകയാണ്, സെലക്ട് ചെയ്യാണ്. ഞങ്ങൾ പിടിയും കോഴിയാണ് ഓർഡർ ചെയ്തിട്ടോ. പിടിയും കോഴിയാണ് ഇത് വാങ്ങിച്ചു. അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. പുറത്ത് നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇതാണ് ഞങ്ങളന്ന് വാങ്ങിച്ചത്. ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് പുറത്ത് അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അടിപൊളി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് പുറത്തെ കാഴ്ചകൾ. ഹാപ്പി ഓണം.